ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും. മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി. ലനോറ, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. രാജ്യം നിലനിൽക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന തിരഞ്ഞെടുപ്പാണിതെന്നും ഒരിക്കൽ കൂടി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ അത് ജനാധിപത്യത്തിന്റെ അന്ത്യമായി മാറുമെന്നും DCC പ്രസിഡന്റ് VS ജോയ്. ഇന്ത്യ ജയിക്കാൻ രാഹുൽ ജയിക്കണമെന്ന മുദ്രാവാക്യത്തിൽ എടക്കര മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പരാജയപ്പെട്ടാൽ ഒരു പക്ഷേ ഇനി നമുക്ക് ഇതുപോലെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വരില്ല. നമുക്ക് ഈ രാജ്യത്ത് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് പോലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പിച്ച് തറപ്പിച്ച് പറയാൻ കഴിയില്ല. ഒരിക്കൽ കൂടി നരേന്ദ്രമോദി രാജ്യത്ത് അധികാരത്തിൽ വന്നാൽ അത് ജനാധിപത്യത്തിന്റെ അന്ത്യമായി മാറും. അത് മതേതരത്വത്തിന്റെ മരണമണി മുഴക്കമായി മാറും. ഇവിടെ സൂചിപ്പിച്ചല്ലോ, നരേന്ദ്രമോദി പറയുന്നത് എന്താ? എനിക്ക് 2/3 ഭൂരിപക്ഷം വേണമെന്നാണ്. കേവലമായ ഒരു ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വന്ന് രാജ്യത്തെ ജനങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കണമെന്നല്ല നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നത്. മറിച്ച് കഴിഞ്ഞ 10 വർഷം രാജ്യം ഭരിച്ചപ്പോഴും നരേന്ദ്രമോദിക്ക് അന്യമായിരുന്ന 2/3 ഭൂരിപക്ഷം എന്തിന് വീണ്ടും വേണമെന്ന് നരേന്ദ്രമോദി ചോദിക്കുന്നു എന്ന് വെച്ചാൽ അത് ഭരണഘടന മാറ്റി എഴുതുന്നതിന് വേണ്ടിയുള്ള ഭൂരിപക്ഷമാണ്. പഞ്ചായത്ത് UDF ചെയർമാൻ K. ആലിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത്, UDF നിയോജക മണ്ഡലം ചെയർമാൻ CH ഇക്ബാൽ, യൂത്ത് ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി TP അഷ്റഫ് അലി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു തോപ്പിൽ, മുസ്ലിം ലീഗ് സംസ്ഥാന സമിതി അംഗം KT കുഞ്ഞാൻ, DCC അംഗം പാനായിൽ ജേക്കബ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P. പുഷ്പവല്ലി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OT ജെയിംസ്, TK മുജീബ്, നാസർ കാങ്കട, K. രാധാകൃഷ്ണൻ, സറീന മുഹമ്മദ് അലി, KP ലുഖ്മാൻ, റഷീദ് വരിക്കോടൻ എന്നിവർ സംസാരിച്ചു. ഈസ്റ്റ് ലൈവ്, എടക്കര.